അവസ്ഥയിലെ ആയുധപഠനം നടത്തിയില്ലാത്ത പോരാളിയാ കുമാരൻ. ഗുരുനാഥൻ സാക്ഷാൽ ഭഗവാൻ. ചതിയുടെ ചക്രവ്യൂഹമൊരുക്കിയ യഥാർത്ഥ പോരാളികളെ തോൽപ്പിക്കാൻ കഴിയുവാൻ യുദ്ധം തുടങ്ങിയാൽ നേരും നെറിയും ഉണ്ടാവില്ല. ചതി കൊണ്ട് മാത്രം തന്ത്രം ഒരുക്കുന്ന ശകുനി അടങ്ങുന്നവരുണ്ട് മറുഭാഗത്ത്. യുദ്ധത്തിൽ ചതി കണ്ടാൽ തിരിച്ചറിയണം, പിന്മാറും. എന്നിട്ട് ചോര പുരണ്ട വാൾത്തലപ്പ് കണ്ടപ്പോ ഭയന്നോടിയ ഭീരുവാണ് അഭിമന്യു എന്ന് കാലം പഴിക്കണം, അല്ലേ? ഇത് ജന്മഭൂമിക്ക് വേണ്ടി എന്റെ പിതാവും സഹോദരങ്ങളും നടത്തുന്ന പോരാട്ടമാണ്. ആ പോരാട്ട ഭൂമിയിൽ മുൻനിരയിലുണ്ടാകും ഈ അഭിമന്യു. പിന്നെ മറ്റൊന്ന്, ശത്രുക്കളെ ആയുധമേറ്റ് പ്രാണൻ വെടിയുന്നതിന് മുൻപ് എന്റെ മാതാവിന് അപമാനത്തിന് കാരണക്കാരനായ ദുര്യോധനന്റെ സേനാവ്യൂഹത്തെ ഒന്നടങ്കം കൊന്നൊടുക്കും ഈ അഭിമന്യു. ഇത് ഒരു 16-കാരന്റെ ജൽപ്പനമല്ല, ജന്മഭൂമിയെ പെറ്റമ്മയാക്കി അഭിമന്യു ചെയ്യുന്ന ശപഥം. സമയം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ദുര്യോധനന്റെ അഭ്യർത്ഥനയിൽ ഗ്രഹനില നോക്കി സമയം കുറിച്ചത് സഹദേവന്. കാർത്തിക മാസത്തിൽ വെളുത്ത ത്രയോദശി നാളിൽ യുദ്ധം തുടങ്ങിയാൽ കൗരവർക്ക് വിജയം നിശ്ചയമാണത്ര. ഉത്തരദേശത്തിലെ സരസ്വതി നദിയുടെയും ദശദ്യുതിയുടെയും ഇടയ്ക്കുള്ള കുരുക്ഷേത്രമായി യുദ്ധഭൂമി. ഭയമുണ്ടോ പരാജയപ്പെടുമെന്ന്? എനിക്ക് വിശ്വാസമാണ് അങ്ങയുടെ കരുത്തിന്. ഈ യുദ്ധം തുടങ്ങാൻ കാത്തിരിക്കുന്നത് അങ്ങാണെന്ന് എനിക്കറിയാം. മാതൃരാജ്യത്തു നിന്നും പടിയിറങ്ങി വനത്തിലറിഞ്ഞ 12 വർഷങ്ങളല്ല, കൗരവസഭയിൽ ദേവി അപമാനിക്കപ്പെട്ട ആ ഒരു നിമിഷം, ആ ഓർമ്മകൾ മാത്രം മതി കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധമേന്തി വരുന്ന ശത്രുവിനെയും കൊല്ലാൻ മതിച്ചു വരുന്ന മതയാളികളെയും മസ്തകം തകർക്കാൻ. ഗ്രഹനില നോക്കി സമയം കുറിച്ചത് പാണ്ഡവനായ സഹദേവനാണ്. ചെയ്യുന്ന കർമ്മത്തിൽ ചതി കാണിക്കാത്ത പാണ്ഡവൻ. പക്ഷേ നമ്മുടെ അനുജൻ കുറിച്ചത് യുദ്ധത്തിനുള്ള മുഹൂർത്തമാണ്. ധർമ്മവും നീതിയും വിജയിക്കാനുള്ള യുദ്ധമുഹൂർത്തം.